നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കാണുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ദേവി ഉറയാനോ? നോൺസെൻസ്. അതാ സ്ത്രീയുടെ അഭിനയമായിരിക്കും. നിങ്ങൾ ചെന്ന് ദേവിക്ക് നേദിക്കാനുള്ളത് ഒരുക്കിക്കോളൂ. അവിലും മലരും കദളിപ്പഴവും കർപ്പൂരവും കൽക്കണ്ടവും ഇളനീരും ഒക്കെ വേണം. പെട്ടെന്ന് വേണം. ഞാൻ പോയി പട്ടെടുത്തുകൊണ്ട് വരാം. നേദ്യം കഴിഞ്ഞിട്ടേ കനൽ കലശം തുടങ്ങും. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും എടുക്കും. അതിനുള്ളില് ചേട്ടനെ കണ്ടിട്ട് വരാം. അങ്കിൾ. എന്താ മാഡം? അങ്കിൾ, എനിക്ക് അങ്കിളിനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഒന്ന് വരൂ. പ്രധാനപ്പെട്ട കാര്യം എന്താ മാഡം? പറയാം. ഒന്ന് വരൂ അങ്കിൾ, പ്ലീസ്. എന്താ മാഡം? എന്തിനാ മാഡം കരയുന്നേ? എന്റെ ചെയിനും പെൻഡന്റും കാണാനില്ല അങ്കിൾ. എന്ന് വെച്ചാ എനിക്ക് മനസ്സിലായില്ല. മാലയില്ലേ, നമ്മള് കഴുത്തിലിടുന്ന സ്വർണ്ണമാല, അത് കാണുന്നില്ല. അതില് പെൻഡന്റും ഉണ്ടായിരുന്നു. പെൻഡന്റ് എന്ന് പറഞ്ഞ ഈ ലോക്കറ്റ്, ഡയമണ്ടിന്റെ ലോക്കറ്റ് അങ്കിൾ, അത് കാണാനില്ല. ഡയമണ്ടിന്റെയോ? അതെ അങ്കിൾ, എന്റെ മമ്മി എനിക്ക് വാങ്ങി തന്നതാ. വലിയ വിലയുള്ളതാ. അതവിടെ പോയി? അറിയില്ല അങ്കിൾ. ഇവിടെ വീണ് കിടപ്പുണ്ടാവും. നമുക്ക് നോക്കാം. ദേവികയോടും ലക്ഷ്മിയോടും ജയന്തിയോടും സൗന്ദര്യോടും എല്ലാവരോടും പറയാം. എല്ലാവരും ഓരോ ഭാഗത്ത് തെരഞ്ഞാൽ അത് തിരിച്ചു കിട്ടും. ഇവിടെയല്ല കളഞ്ഞു പോയത്. പിന്നെ ഇവിടെ വരുമ്പോ അതെന്റെ കഴുത്തിൽ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വെച്ച് അതെടുത്ത് കഴുത്തിലിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങോട്ട് വരാനുള്ള തിരക്കില് ഞാൻ കൊളുത്ത് ശരിക്കും ഇട്ടിട്ടുണ്ടാവില്ല. കൊളുത്ത് ഊരി അത് അവിടെ തന്നെ വീണിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. വീട്ടിലാണോ വീണത്? സമാധാനമായി. അത് അവിടെ തന്നെ കാണും. മാഡം പേടിക്കണ്ട. പേടിക്കണ്ടെന്ന് പറഞ്ഞ എനിക്ക് സമാധാനം കിട്ടുമോ? ഞാൻ പറഞ്ഞില്ലേ, അത് ഡയമണ്ടാ, വലിയ വിലയുള്ളതാ. നമുക്ക് വീട്ടിൽ പോയി നോക്കാം അങ്കിൾ. വാ അങ്കിൾ. മാഡം, കനൽ കലശം തുടങ്ങാൻ പോവല്ലേ? പാറു കനൽ കലശം എടുക്കുമ്പോ ഞാനിവിടെ വേണം. അത് കഴിഞ്ഞ് നമുക്ക് പോയി നോക്കാം. അതുവരെ ഞാൻ എന്റെ സമാധാനത്തിൽ അവിടെ നിൽക്കുന്നേ. നീതിയും പട്ടൊക്കെ സമർപ്പിച്ചതിന് ശേഷമേ കനൽ കലശം തുടങ്ങുന്നല്ലേ തിരുമേനി പറഞ്ഞത്. അതിനു മുൻപ് പോയിട്ട് വരാം പ്ലീസ് അങ്കിൾ, പ്ലീസ്. ശരി ശരി മാഡം, കരയണ്ട. വാ, നമുക്ക് പോയി നോക്കാം. വാ. പാറുനെ കാണുന്നില്ലല്ലോ. ഇനി എന്നോടുള്ള ദേഷ്യം കൊണ്ട് അവള് വരാതിരിക്കോ? ഇവളെന്തിനാ നേരം കാലവും നോക്കാതെ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതിന് പകരം മനുഷ്യനെ ശല്യം ചെയ്യാനായിട്ട്. നീ കട്ട് ചെയ്തല്ലേ? നീ എത്ര തവണ കട്ട് ചെയ്യുമെന്ന് എനിക്കൊന്ന് അറിയണം. സ്വാതി, ഫോൺ കട്ട് ചെയ്താൽ നിനക്ക് മനസ്സിലാക്കിക്കൂടെ ഞാനിവിടെ തിരക്കിലാണെന്ന്? നീ ഫോൺ വെക്ക. ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിക്കാം. കാർത്തിക്, കോള് കട്ട് ചെയ്യരുത്. കട്ട് ചെയ്താ നിനക്കറിയാലോ എന്റെ സ്വഭാവം. പിന്നെ വിളിക്കാന്ന് പറഞ്ഞില്ലേ? പറ്റില്ല. എനിക്കിപ്പോ നിന്നോട് സംസാരിക്കണം. നിനക്ക് എന്നോടിപ്പം സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. സ്വാതി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്.
എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. നീ എന്നോട് സംസാരിക്കുന്നോ ഇല്ലയോ?